ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള നവോത്ഥാന നായകരിൽപ്പെട്ട ചട്ടമ്പി സ്വാമിയെ കുറിച്ചാണ്. 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂല അല്ലെങ്കിൽ കൊല്ലൂർ എന്ന സ്ഥലത്ത് ചട്ടമ്പി സ്വാമി ജനിച്ചു. വീട്ടുപേര് ഉള്ളൂർക്കോട് വീട്. പിതാവ് വാസുദേവ ശർമ്മ, മാതാവ് നങ്ങേമ. കുഞ്ഞൻപിള്ള എന്ന ബാല്യകാല നാമത്തിലാണ് ചട്ടമ്പി സ്വാമി അറിയപ്പെട്ടിരുന്നത്. എന്നാൽ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നായിരുന്നു. 1924 മെയ് 5 ചട്ടമ്പി സ്വാമി സമാധിയായി. തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനാണ്. ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ഗുരു തൈക്കാട് അയ്യ സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ അഗ്രഗണ്യനായിരുന്ന ചികിത്സാ രീതിയാണ് സിദ്ധവൈദ്യം. സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗാവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു സുബ്ബജട പാടികളാണ്. ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ച ഗുരു സ്വാമിനാഥ ദേശികർ. ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം. സ്വാമി വിവേകാനന്ദനെ ചിന്മുദ്രയെപ്പറ്റി മഹാത്മ്യത്തെപ്പറ്റി വിവരിച്ചു കൊടുത്തത് ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ് എന്ന് ചട്ടമ്പി സ്വാമി ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരെക്കുറിച്ചാണ്? സ്വാമി വിവേകാനന്ദൻ. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് അഭിപ്രായപ്പെട്ടത്? ചട്ടമ്പി സ്വാമികളെ. തിരുവനന്തപുരത്ത് കല്ലുവീട്ടിൽ വെച്ച് പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമി. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ്. അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് എന്ന് ആഹ്വാനം ചെയ്തു. ചട്ടമ്പി സ്വാമിയുടെ പേരിൽ പുതുതായി ക്ഷേത്രം നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂല സ്ഥലത്താണ്. വിശേഷണങ്ങൾ: സർവവിദ്യാധിരാജ, വിദ്യാധിരാജ, ഷൺമുഖദാസൻ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി, സദ്ഗുരു, പരിപൂർണ കലാനിധി, സർവജ്ഞനായ ഋഷി. ഇത്രയും പേരിൽ ചട്ടമ്പി സ്വാമി അറിയപ്പെട്ടിരുന്നു. ചട്ടമ്പി സ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടര യോഗമാണ്. ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാട് അയ്യ. ചട്ടമ്പി സ്വാമിയെ സദ്ഗുരു, പരിപൂർണ കലാനിധി, സർവജ്ഞനായ ഋഷി എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ശ്രീ നാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ബോധേശ്വരനാണ്. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ കർത്താവ് ബോധേശ്വരൻ. ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പന്മന എന്ന സ്ഥലത്താണ്. പന്മന ആശ്രമം നിർമ്മിച്ച ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യൻ കുമ്പളത്ത് ശങ്കുപിള്ള. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രം ബാലഭട്ടാരക ക്ഷേത്രം. ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി ശതാബ്ദി ആചരണം അറിയുന്നത് മഹാഗുരുവർഷം 2024. ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30. ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തെ ആസ്പദമാക്കി മഹാമുനി എന്ന നോവൽ രചിച്ചത് കൈതക്കൽ സോമാകുറുപ്പ്.